യഥാർത്ഥത്തിൽ CPM-ന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്ന് നിയമസഭയിലും പുറത്തും അവർ ഒരു മിനിറ്റിലെങ്കിലും ആലോചിച്ചു കാണും. ആ TP-യെ കൊല്ലണ്ടായിരുന്നു, ആ കൊലപാതകത്തിന് കൂട്ടുനിൽക്കണ്ടായിരുന്നു എന്ന് ഒരു മിനിറ്റെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. ഇന്ന് ശ്രീമതി KK രമയുടെ അവരുടെ ആ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള പ്രസംഗം എന്ന് കേട്ടാൽ CPM-ന്റെ നേതാക്കന്മാർ പൊള്ളിപ്പോയില്ലേ? ദേ ആലപ്പുഴയിലെ ശ്രീ ചിത്തരഞ്ജൻ ചാടി എഴുന്നേറ്റ് ബഹളം വെക്കാൻ ശ്രമിക്കുമ്പോ ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ചിത്തരഞ്ജൻ എടുത്ത് ചാടുന്നത് എന്ന് സ്പീക്കർ പറയുന്നത്, ആ ശബ്ദത്തിന്റെ അശരീരി ഇന്നും നമ്മളെല്ലാവരും വീഡിയോയിലൂടെ കേട്ടതാണ്. പിന്നെ ബഹുമാനായ ശ്രീ അനിൽകുമാർ, താങ്കൾ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, വെളിപ്പെടുത്തുന്നതും വെളിപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എല്ലാ കാലത്തും ഇരയോടൊപ്പമാണെന്ന് പറഞ്ഞു. പിന്നെ നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, കൂവല് തുടങ്ങി കേട്ടോ ജനം. നിങ്ങളുടെ പാർട്ടിക്കാരില്ലേ, നിങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടേ ഇരുന്നോളൂ. നിങ്ങൾ ന്യായീകരിച്ച് 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 പോകുന്തോറും നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു. ആലപ്പുഴയിൽ പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലം ശ്രീ അനിൽകുമാർ മറന്നുപോയിട്ടുണ്ടാവില്ല. പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വാരി കുന്തവും എടുത്തുകൊണ്ട് ജന്മിത്വത്തിനെതിരായിട്ട് പടപോരാട്ടം നടത്തിയത് നിങ്ങൾ ആഘോഷിക്കുന്ന സ്ഥലമാണ് പുന്നപ്ര. ആ പുന്നപ്രയിൽ ആലപ്പുഴയിൽ നിന്നുള്ള നിങ്ങളുടെ മന്ത്രി ശ്രീ സജി ചെറിയാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ പാർട്ടിക്കാരൻ എഴുന്നേറ്റ് നിന്ന് കൂവുന്ന ഒരു കൂക്കുവിളിയുണ്ട് കേട്ടോ. അതിന്റെ പ്രതിധ്വനി കേരളം മുഴുവൻ കേട്ടതാണ്. ജനം തുടങ്ങിക്കഴിഞ്ഞു, പാർട്ടിക്കാർ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ന്യായീകരിച്ചോ? ന്യായീകരിച്ചു കൊണ്ടേയിരുന്നോ? KK രമയ്ക്ക് എന്താ മുഖ്യമന്ത്രി മറുപടി കൊടുക്കാത്തത്? അടിയന്തര പ്രമേയത്തിന് സാധാരണഗതിയിൽ നോട്ടീസ് കൊടുത്താൽ ആ അടിയന്തര പ്രമേയം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു വിഷയം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അവർ അടിയന്തര പ്രമേയത്തിന് അനുവാദം കൊടുത്തത്, അനുമതി ചോദിച്ചത്. മുഖ്യമന്ത്രി KK രമയെ ബഹിഷ്കരിച്ചു കളയാമെന്നാണോ? നിങ്ങൾ KK രമയെ ബഹിഷ്കരിച്ച് KK രമ വലിയ നേതാവായി മാറിയെന്നുള്ളതും ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ വിധിയെ നിർണയിക്കുന്ന തരത്തിലേക്ക് അവർ വളർന്നു എന്നതും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലായി വരും കേട്ടോ. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ നീതിയോടൊപ്പമല്ലേ ഇരുന്നിട്ടുള്ളൂ. ശരിയാണ്, ഞങ്ങളത് വണ്ടിപ്പെരിയാറിൽ കണ്ടു. വണ്ടിപ്പെരിയാറിലെ അർജുൻ എന്ന് പറയപ്പെടുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പീഡനം നടത്തി കൊലപാതകം നടത്തിയ ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇരയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ശബ്ദമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടി ഓഫീസിൽ നിന്ന് കുപ്പിയേറി നടത്തുന്നതും പ്രതി നിയമത്തിന്റെ കണ്ണുകൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതും ഇരയുടെ ആളുകൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള രംഗം ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ വാളയാറിലും കണ്ടു ഇതുപോലെ നിങ്ങൾ ഇരയോടൊപ്പം നിൽക്കുന്നത്. ഒരമ്മ എന്റെ മക്കളെ രണ്ടുപേരെയും പീഡിപ്പിച്ച് കൊന്നത്, കെട്ടിത്തൂക്കിയത് അവർക്ക് CPM എന്ന് പറയാനൊന്നും അറിയുമായിരുന്നില്ല. അവർ പറഞ്ഞത് അരിവാൾ പാർട്ടിക്കാരാണ് സാറേ എന്ന് പറഞ്ഞതും അവർക്ക് ആർക്ക് നീതി കിട്ടി എന്നുള്ളതും ഞങ്ങൾക്കറിയാം. ശ്രീ അനിൽകുമാറെ, നിങ്ങൾ ഒരുപാട് നീതിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഞങ്ങൾക്ക് വെളിപ്പെടുത്താത്തതുമായിട്ടുള്ള പ്രശ്നമുണ്ട്. അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിനകത്ത് ദൃഢത കൂടിയിട്ടുണ്ടോ ദൃഢത കുറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രീമതി PK ശ്രീമതിയെ വേണമെങ്കിൽ വെച്ച് അന്വേഷിക്കാം, AK ബാലൻ കമ്മീഷനെ വെച്ച് അന്വേഷിക്കാം. അതൊക്കെ നിങ്ങളുടെ വിഷയമാണ്. പക്ഷെ ഒരൊറ്റ പ്രശ്നം, IPC എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ, ക്രിമിനൽ സംഹിത എന്ന പറയുന്ന സാധനം ഉണ്ടായിരുന്നു നാട്ടിൽ. നിങ്ങൾ മദ്ഭാഷകനാണല്ലോ. ഒരു പരാതി കിട്ടിയാൽ പരാതിയിന്മേൽ നടപടി എടുക്കുന്നതിന് പകരം 24 മണിക്കൂറിനുള്ളിൽ FIR നടത്തുന്നതിന് പകരം നിങ്ങൾ പരിശോധിക്കാൻ നിങ്ങൾ ആരാണ് സാർ? ഇവിടുത്തെ സാധുവിന്റെയും പാവപ്പെട്ടവർക്കും ഒരു പ്രശ്നം വന്നാൽ, അവരുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? പിന്നെ ഈ നാട്ടിൽ നിയമം എന്തിനാ? നിങ്ങൾക്ക് ചിലപ്പോൾ പാർട്ടി കോടതി ഉണ്ടാകും. മനസ്സിലായില്ലേ? ഇവിടുത്തെ പ്രശ്നം എന്താ? ഞാൻ ഉപക്ഷേമത്തിന്റെ വിഷയത്തിലേക്ക് വരാം. ഉപക്ഷേമം ഉന്നയിക്കപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞത്, തക്കാട്ടുശ്ശേരിയിലെ ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടി, ആ ദളിത് പെൺകുട്ടിയെ താങ്കളുടെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അത് ശരിയാക്കിയ ശേഷം താങ്കളിലേക്ക് വരാം. KK രമയ്ക്കൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല എന്ന് ഒരാൾ സ്വയം അങ്ങ് അഹങ്കരിക്കുകയാണ്. മനസ്സിലായില്ലേ? ജനാധിപത്യത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA അവർ സഭയിൽ അവരുടെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അവർ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ അതൊന്ന് കേട്ടിട്ട് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ മറുപടി കൊടുക്കാൻ, അയ്യോ ഞങ്ങൾ കൊന്നു തള്ളിയ TP ചന്ദ്രശേഖരന്റെ വിധവയായ ശ്രീമതി KK രമയ്ക്കൊക്കെ മറുപടി കൊടുക്കാനെന്ന് ഞാൻ തരമല്ല കേട്ടോ, എന്റെ തരമല്ല കേട്ടോ എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ
ഇതിനേക്കാൾ ഗതികേടിലേക്ക് നിങ്ങൾ വീണ്ടും 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 ആഴ്ന്നു പോവുകയാണ് സാർ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി ഞാൻ ഇഷ്യൂസിലേക്ക് വരാം. എന്തുകൊണ്ട് അടിയന്തര പ്രമേയം? രണ്ട് കാര്യങ്ങളാണുള്ളത്. രണ്ട് കാര്യങ്ങളിൽ ശ്രീ അനിൽകുമാർ കള്ളം പറഞ്ഞു. ഒന്നാമത്തെ കള്ളം എന്താണ്? ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ് എന്നുള്ള ആദ്യത്തെ കള്ളം. നേരത്തെ ഷാനി തന്നെ പറഞ്ഞു, ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ പരസ്യമായി റോഡിലിട്ട് തല്ലിയത് തൈക്കാട്ടുശ്ശേരിയിലെ CPM-ന്റെ പ്രമുഖനായ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയ ഷൈജു ആണ്. ഷൈജു CPM അല്ല എന്ന വാദം നിങ്ങൾക്കില്ല. ഷൈജു തല്ലി എന്നുള്ള കാര്യത്തിലും അതിക്രമം കാണിച്ചെന്നുള്ളതും SC/ST അട്രോസിറ്റി ആണെന്നുള്ള കാര്യത്തിലും ഒരിതുമില്ല. പക്ഷേ SC/ST അട്രോസിറ്റീസ് വകുപ്പെടുന്നില്ല. എന്താ കാര്യം? ഒരു പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽപ്പെട്ട ഒരു സഹോദരിയെ നടു റോഡിൽ വെച്ച് പരസ്യമായി അപമാനിക്കുകയും അവരെ ആക്ഷേപിക്കുകയും അവരെ ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തിട്ടും നിങ്ങൾക്ക് SC/ST വകുപ്പ് നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ ഇട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ സാർ, താങ്കൾ ഈ പണിക്ക് നല്ലതല്ല എന്ന് പിണറായി വിജയനോട് ഞങ്ങൾ പറയുകയാണ്. അതാണ് ഒന്നാമത്തെ ഇഷ്യൂ. നിങ്ങൾ ഇരകൾക്കൊപ്പമല്ല. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? കുസാറ്റിലെ ഒരു ഇഷ്യൂ ആണ്. കുസാറ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ അവിടെ ഈ കുട്ടികളുടെ സ്റ്റുഡൻസ് വെൽഫെയറിന് ഒരു ഡയറക്ടർ ഉണ്ട്. ആരാണ് സ്റ്റുഡൻസ് വെൽഫെയറിന്റെ ഡയറക്ടർ? അത് നിങ്ങളുടെ സിൻഡിക്കേറ്റ് മെമ്പറായ ശ്രീ ബേബിയാണ്. ബേബി ചെയ്ത കുറ്റം എന്താണ്? ഗ്രീൻ റൂമിൽ പെൺകുട്ടികളെ അതിക്രമം നടത്തി. ഇതുവരെ അറസ്റ്റ് ഉണ്ടോ? അറസ്റ്റ് ഇല്ല. ഇവിടെ MLA-ക്കെതിരെ പോലും നിങ്ങൾ ആലോചിക്കണം, അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനെന്ന പേരിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത നാട്ടിൽ ഒരു പെൺകുട്ടി സിൻഡിക്കേറ്റ് മെമ്പർക്കെതിരെ, അതും സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട വെൽഫെയറിന്റെ ചുമതലക്കാരനെതിരായി അതിക്രമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നു. അറസ്റ്റ് ഇല്ല. അയാളാണെങ്കിലോ അയാൾക്ക് വേറെ ചില ഗുണങ്ങൾ കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗമായ ബേബിയെ ടീച്ചിങ് സ്റ്റാഫിലേക്ക് മാറ്റി കൊടുക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിനെ അമെൻഡ് ചെയ്തുകൊണ്ട്, ആരാണ് ബേബി എന്ന് ആലോചിക്കണം, ബേബിയുടെ ആ പാർട്ടി സ്വാധീനം നിങ്ങൾ അറിയണം, നോൺ ടീച്ചിങ് സ്റ്റാഫിൽ നിന്നും ടീച്ചിങ് സ്റ്റാഫിലേക്ക് മാറ്റിക്കൊടുക്കുന്നു. അതിനേക്കാൾ ഉപരിയായി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് ഈ ബേബിക്ക് വേണ്ടിയിട്ട് അമെൻഡ് ചെയ്തിട്ടോ കഴിഞ്ഞ 11 കൊല്ലമായിട്ട് 11 കൊല്ലത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടി 1.25 ലക്ഷം രൂപ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്നു ബേബിയെ. ബേബിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇരയോടൊപ്പ അല്ലല്ലോ? അല്ല. മൂന്നാമത്തെ സംഭവം എന്താണ്? ശ്രീശങ്കരാചാര്യ കോളേജാണ് കാലടി. അവിടുത്തെ SFIയുടെ മുൻ നേതാവ് രോഹിത് അവിടുത്തെ കൊച്ചു പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ അദ്ദേഹത്തിന്റെ FB പേജിലിട്ടു, അപമാനിച്ചു. പരാതി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. 20ഓളം പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ്. 20 പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്ന ഒരു വലിയ അനീതി നടന്നു, ഒരു അതിക്രമം നടന്നു. ആരാണ്? SFIയുടെ മുൻ നേതാവാണ് രോഹിത്. അവന്റെ പേര് പറയുന്നതായിരുന്നു ഞങ്ങൾക്ക് ഒരു മടിയില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു നടപടിയും അതിനെ സംബന്ധിച്ചുണ്ടാവുന്നില്ല. നിങ്ങൾ ഇരയോടൊപ്പമാണോ? അല്ല. KK രവ പറഞ്ഞ മൂന്നാമത്തെ സംഭവം. നാലാമത്തെ സംഭവം എന്താണ്? നാലാമത്തെ സംഭവം പന്തീരാങ്കാവിലെ ഒരു പിതാവ് പറയുകയാണ്, സമ്മർദ്ദത്തിലാക്കിയാണ് സാർ കേസ് ഒത്തുതീർപ്പാക്കിയത്, എനിക്ക് നീതി കിട്ടിയില്ല, എന്റെ മകളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് വകുപ്പുകൾ കുറച്ചുകൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കി കഴിഞ്ഞു. ഒരു പിതാവിന്റെ രോദനം. ഒരു അന്വേഷണം നടത്തണ്ടേ? അവിടെ ഒരു ആന്റി ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടോ? അവിടെ പണത്തിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ ഒരു വനിതാക്ഷേമ മന്ത്രിയെയും കണ്ടില്ല, കുട്ടികളുടെ ക്ഷേമ മന്ത്രിയെയും കണ്ടില്ല, ആഭ്യന്തര വകുപ്പിന്റെ നിഷ്പക്ഷതയും കണ്ടില്ല, ഇരയോടൊപ്പം എന്ന വാദവും കണ്ടില്ല. നാലാമത്തെ സംഭവം വണ്ടിപ്പെരിയാറിൽ സംഭവിച്ചെന്താ? അത് അവിടെ നിന്ന് തുടങ്ങാം. വണ്ടിപ്പെരിയാറിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ആ ജഡ്ജ്മെന്റിന്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നതിൽ അംബെ പരാജയപ്പെട്ടു. തുറന്നു കിടക്കപ്പെടുന്ന ജനലിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം അവിടെയാണ് വരുന്നത്. അപ്പൊ ഒരു പ്രോസിക്യൂഷൻ അംബയെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരാണ്, സർക്കാർ എന്ന് പറഞ്ഞാൽ പോലീസാണ്, പോലീസ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പാണ്, ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തതിനേക്കാളും അപ്പുറം ഇത്ര പ്രമാദമായ വണ്ടിപ്പെരിയാറിലെ കുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല എങ്കിൽ, വണ്ടിപ്പെരിയാറിലെ കുട്ടിയുമായി ബന്ധപ്പെട്ട രക്ഷകർത്താവ് പിന്നീട് ആത്മഹത്യാ ശ്രമം നടത്തിയതായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദ റിയൽ വിക്ടിം എന്ന് പറയുന്നത് ആ കുട്ടിയാണെങ്കിൽ റിയൽ അക്യൂസ്ഡ് എന്ന് പറയപ്പെടുന്നത് സഖാവ് പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ്. ഇനി രണ്ടാമത്തെ വിഷയം, ഈ വാളയാറിൽ സംഭവിച്ചത്. വാളയാറിൽ ക്രൂരമായ രീതിയിൽ
മധുവും കൊച്ചുമധുവും കൂടി പീഡിപ്പിച്ചു എന്നും അതിനുശേഷം FSL-മായി ബന്ധപ്പെട്ട് രേഖകൾ പരിശോധിച്ചപ്പോ FSL റിപ്പോർട്ടുമായി ടാലിയാകുന്നില്ല എന്നുള്ളതായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം പീഡനം നടന്നോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ FSL-മായി ടാലിയാക്കുന്ന തരത്തിൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു. ആര് പരാജയപ്പെട്ടു? പോലീസ്. ആരുടെ നേതൃത്വത്തിൽ? ഡിവൈഎസ്പിയുടെ പേര് ഞാൻ പറയാത്തതാണ്. ആ ഡിവൈഎസ്പി സംരക്ഷിച്ചതാരാ? സർക്കാർ. ആർക്ക് നീതി കിട്ടി? ഡിവൈഎസ്പിക്ക് നീതി കിട്ടി. വാളയാറിലെ മധുവിനും കൊച്ചുമധുവിനും നീതി കിട്ടി. ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയില്ല. ഇവിടെ മൂന്നാമതൊരു കള്ളം പറഞ്ഞു. എന്താണെന്നറിയോ? TP ചന്ദ്രശേഖരന്റെ കേസിലെ പ്രതികൾക്ക് ഒരു തരത്തിലും ഇളവ് കൊടുത്തില്ല. അധമനായ ആ ജയിൽ സൂപ്രണ്ട് ഉണ്ടല്ലോ, അയാളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലേ? എന്താണ് സംഭവം? ഷാനി അതിനകത്ത് ഇടപെടുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതിനകത്ത് റെക്കോർഡുണ്ട്. എന്താണ് റെക്കോർഡ്? കണ്ണൂരിലെ ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഇറക്കിയ ഒരു വിശദീകരണ കുറിപ്പുണ്ട്. കണ്ണൂരിലെ ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഇറക്കിയ വിശദീകരണ കുറിപ്പ് 1. 2, കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജോയിന്റ് സൂപ്രണ്ട് എഴുതിയ ഒരു കത്തുണ്ട്. ജോയിന്റ് സൂപ്രണ്ട് എഴുതിയ കത്തിന്റെ ഉള്ളടക്കത്തിലും കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറക്കിയ വിശദീകരണ കുറിപ്പിലെ ഉള്ളടക്കത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്നു, പോലീസിന്റെ റിപ്പോർട്ടും പ്രൊബോഷണറി റിപ്പോർട്ടും വിധിയുടെ പകർപ്പും. ഏത് വിധി? ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈക്കോടതി വിധി. യുവമാർക്ക് പരോളെ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതിയുടെ വിധിയും ജയിൽ DIG-യുടെയും അഭിപ്രായം എന്നിവ എത്രയും പെട്ടെന്ന് അയക്കാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചിരുന്നതായി. മനസ്സിലാവുന്നുണ്ടോ? ജയിൽ DGP-യുമായി ബന്ധപ്പെട്ട വിശദീകരണ കുറിപ്പിൽ വ്യക്തമായി പറയുന്നു, ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആഭ്യന്തര വകുപ്പ് ആരാ? പിണറായി വിജയൻ. എന്തൊക്കെയാണ് ഉപോത്ബലകമായിട്ട് എടുക്കാൻ പറഞ്ഞത്? റിപ്പോർട്ട് വേണം, പ്രൊബോഷണറി റിപ്പോർട്ട് വേണം, ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് വേണം, അതുപോലെ തന്നെ ജയിൽ DIG-യുടെ അഭിപ്രായം വേണം. ആര് ചോദിച്ചു? ആഭ്യന്തര വകുപ്പ്. ആരാ ആഭ്യന്തര വകുപ്പ്? പിണറായി വിജയൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലും പിണറായി വിജയന്റെ കൈയുണ്ട്, അഥവാ നിങ്ങളുടെ കണ്ണൂരിലെ പാർട്ടിയുടെ കൈയുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ആർക്ക് നീതി കിട്ടുന്നില്ല? CPM ആണെങ്കിൽ ആരെയും പീഡിപ്പിക്കാം, CPM ആണെങ്കിൽ ആരെയും കൊല്ലാം. ശ്രീ അനിൽകുമാർ തന്നെ അങ്ങനെ ഇരകൾക്കൊപ്പം ഇരകൾക്ക് എന്ത് സംഭവിച്ചു, ഇരകൾക്ക് എന്ത് നീതി കിട്ടി എന്നത് ഇവിടെ തന്നെ വെളിവായതാണ്. ഈ കേസുകളിൽ പറഞ്ഞ അവസാനിപ്പിക്കാം. ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരാം. ഏത് ആരോപണം വന്നാലും അവരങ്ങ് നിഷേധിക്കേണ്ട. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ താഴെ സ്ക്രോൾ ചെയ്ത് എഴുതി പോകുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ കാപ്പ കേസിലെ പ്രതിയെ CPM മാലയിട്ട് സ്വീകരിച്ചു. കൂടെ വന്നവൻ കഞ്ചാവ് കേസിൽ, ഇത് ലഹരി കേസിൽ അകത്തായി എന്ന് പറയുന്നു. CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി ഇറങ്ങി വന്നിട്ട് പറയാണ്, അയ്യോ അയാളെ കയ്യിൽ ലഹരി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പറയാൻ CPM-ന് എന്താ അവകാശം? ഇവരൊക്കെ ഇത്ര തരം താഴ്ന്നതിന് എന്തിനാ ഈ അക്രമികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞുതരാം. റിയാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയതായി ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനായിട്ട് ആരോപണം വരുന്നു. പണം കൊടുത്തതായി ബന്ധപ്പെട്ട് വിശ്വസനീയമായ വാർത്തകൾ വരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, പണം സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പലരും CPM-ൽ ചേർന്നിട്ടുണ്ട്, അവരുടെ അടിവേരറുക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും പണസമ്പാദന മാർഗമായിട്ട് പലരും ഞങ്ങളുടെ പാർട്ടിയിൽ കയറിയിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൊള്ളക്കാരും, എല്ലാ സ്ത്രീപീഡകന്മാരും, എല്ലാ കുഴപ്പക്കാരും, പോലും ഇപ്പോൾ ഇതുവരെയും ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞില്ല. ഞങ്ങളുടെ സെക്രട്ടറി പറയാത്തത് പക്ഷെ സുധാകരൻ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ പോയപ്പോ നടന്നത്, വീട്ടില് സുധാകരൻ പോയപ്പോ എന്താ നടന്ന? അടുത്ത മുറിയില് മോൺസൺ മാവുങ്കലിന്റെ വീട്ടില് കെ സുധാകരൻ മോൺസൺ ഡോക്ടർ ചികിത്സ, പ്രത്യേക ചികിത്സ. നീതിയും വേണ്ടത് ഇരകൾക്കാണ്. പങ്കെടുത്തതിന്